എൻ്റെ മകൻ അധികം ആരോടും മിണ്ടാറില്ല എന്ന് കംപ്ലൈന്റ് പറയുന്ന അമ്മമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ആ കുട്ടിയെ നോക്കുമ്പോൾ ചിലപ്പോൾ അവൻ വലിയ നാണക്കാരനാണെന്ന് നമുക്കും തോന്നിയേക്കാം. പക്ഷേ സത്യത്തിൽ അവനൊരു ഇൻട്രോവർട്ട് ആയിരിക്കാം. സോ ഇൻട്രോവർട്ടായുള്ള ഒരാളെ വലിയ നാണക്കാരനാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഈ ഇൻട്രോവർട്ട് എന്നത് എന്താണെന്ന് പോലും അറിയാത്ത ഒരാളാണെങ്കിൽ സ്വയം തനിക്ക് നാണമായതുകൊണ്ടാണ് ആരെയും ഫേസ് ചെയ്യാൻ കഴിയാത്തത് എന്നൊക്കെയുള്ള തോന്നലും അവർക്ക് ചിലപ്പോൾ വന്നേക്കാം. എന്നാൽ ഈ നാണം എന്ന് പറയുന്നതിനും ഇൻട്രോവർട്ട് എന്ന് പറയുന്നതിനും തമ്മിൽ സത്യത്തിൽ കുറേയേറെ ഡിഫറൻസുകളുണ്ട്. ഇന്ന് ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങളൊരു ഇൻട്രോവർട്ടാണോ എക്സ്ട്രോവർട്ടാണോ എന്നതും ഈ രണ്ട് വിഭാഗത്തിലും വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, നമുക്കിത് സ്വയം എങ്ങനെ മനസ്സിലാക്കാം, ഇതിൻ്റെയൊക്കെ പോസിറ്റീവും നെഗറ്റീവും എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാല്ലേ. ആദ്യമേ ഇൻട്രോവർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടോ എന്നൊന്ന് നോക്കിയേക്കൂ. ഇൻട്രോവർട്ട് എന്താണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇൻട്രോവർട്ട് എന്നത് ഒരു ഷൈ പേഴ്സൺ എന്നാണ് റിസൾട്ട് കിട്ടുക. അതിൻ്റെ കൂടെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ഐ ആം ആൻ ഇൻട്രോവർട്ട് ആൻഡ് ഡോണ്ട് ലൈക്ക് പബ്ലിക് സ്പീക്കിംഗ്. അതായത് ഞാനൊരു ഇൻട്രോവർട്ട് ആയതുകൊണ്ട് എനിക്കൊരു ആൾക്കൂട്ടത്തിനിടയിൽ സംസാരിക്കുന്നത് ഇഷ്ടമല്ലെന്ന്. സത്യം പറയുകയാണെങ്കിൽ ഈ നാണം കാണിക്കുന്നതിനും ഇൻട്രോവർട്ട് സ്വഭാവത്തിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാരണം എക്സ്ട്രോവർട്ടുകൾക്കുമൊക്കെ ഈ നാണമുണ്ട്. എന്നാൽ ഈ ഇൻട്രോവർട്ടായ ആളുകളെയാണ് നമ്മൾ മിക്കപ്പോഴും നാണക്കാരൻ എന്നൊക്കെ പറയുന്നത്. ഇത് ശരിക്കും തെറ്റാണ്. ഇൻട്രോവർട്ട് എന്ന വാക്കിന്റെ മലയാളം അന്തർമുഖൻ എന്നാണ് പറയുക. ഒരാൾ ഇൻട്രോവർട്ട് ആണെങ്കിൽ അയാളിൽ ഇനി പറയാൻ പോകുന്ന സ്വഭാവങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഒന്നാമതായി, ഇവർ തനിച്ചിരിക്കാനാകും കൂടുതൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ തനിച്ച് ചെയ്യാൻ കഴിയുന്ന ജോലികളാകും ഇവർ തിരഞ്ഞെടുക്കുന്നത്. കാരണം ഒരു ആൾക്കൂട്ടത്തിനെ കണ്ടതിന് ശേഷമോ അല്ലെങ്കിൽ ഒരാൾക്കൂട്ടത്തിനിടയിൽ ഇടപഴകിയതിനു ശേഷം ഇവർക്ക് ക്ഷീണം അനുഭവപ്പെടും. അതായത് അവരുടെ എനർജിയെല്ലാം നഷ്ടപ്പെട്ടതുപോലെ അവർക്ക് തോന്നും. ആൻഡ് ഇത് ഒഴിവാക്കാനായി അല്ലെങ്കിൽ സ്വയം റീചാർജ് ചെയ്യാനായി തനിച്ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ അവർ തിരഞ്ഞെടുക്കും. പെട്ടെന്ന് ഒറ്റയ്ക്ക് നടക്കാൻ പോകുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുക, അതുമല്ലെങ്കിൽ തനിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ മൊത്തത്തിൽ ഒറ്റയ്ക്കിരിക്കാനുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ആ ചുറ്റുപാടിലായിരിക്കും അവർ ഇരിക്കാൻ ശ്രമിക്കുക. ഇനി കല്യാണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ആളുകൾ കൂടുന്ന ഫംഗ്ഷനൊക്കെ പോകേണ്ടി വന്നാൽ അവർ ഭയങ്കര റിസർവ്ഡ് ആയി ഇരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതായത് അത്രയും ആളുകൾക്കിടയിലും ഒറ്റയ്ക്കിരിക്കാനാകും ഇവർ ശ്രമിക്കുന്നത്. അഥവാ ഇനി ആരെങ്കിലും എന്തെങ്കിലും ഇവരോട് ചോദിക്കുകയാണെങ്കിൽ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി പറഞ്ഞതിന് ശേഷം ആ സംസാരം ദീർഘിപ്പിക്കാതെ അവരുടെ പണി നോക്കി അവർ പോകും. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ആ വിഷയത്തെപ്പറ്റി കൃത്യമായി ചിന്തിച്ചതിനൊക്കെ ശേഷമായിരിക്കും അവർ അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങുക. ഇൻട്രോസ്പെക്ഷൻ നല്ല രീതിക്ക് ചെയ്യുന്നവരാണ് ഇവർ. അതായത് അവർക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ്, ഒരു ദിവസം അവർ കടന്നുപോയ കാര്യങ്ങളൊക്കെ എടുത്ത് അതിൽ നിന്നും അവർക്ക് എന്ത് ലഭിച്ചു, എന്ത് മനസ്സിലാക്കാൻ പറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആത്മപരിശോധന നടത്തുന്നവരാകും ഇവർ. ഇവരുടെ ഫ്രണ്ട് സർക്കിൾ എടുത്ത് നോക്കിയാലും ഇവർക്ക് ധാരാളം കൂട്ടുകാരൊന്നും കാണില്ല. മാത്രമല്ല മിക്ക ആളുകൾക്കും ഇവരുടെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാനും പറ്റില്ല. ക്ലോസ് ഫ്രണ്ട്സ് എന്ന പേരിൽ ഒന്നോ രണ്ടോ പേരൊക്കെ കാണുകയുള്ളൂ. ഇനി ഇങ്ങനെയുള്ളവരോട് അവരെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ അത് പറയുന്നതിനേക്കാൾ എഴുതി അറിയിക്കാനാകും അവർക്ക് കൂടുതൽ താല്പര്യവും അതാകും അവർക്ക് കുറച്ചുകൂടി എളുപ്പവും. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ചിന്തിക്കാൻ കുറച്ചുകൂടി സമയം ലഭിക്കും. ഇപ്പോൾ പറഞ്ഞ സ്വഭാവങ്ങളെല്ലാം ഒരു ഇൻട്രോവർട്ടിൽ കാണുന്നവയാണ്. ഇതിൽ പറഞ്ഞ മിക്ക കാര്യങ്ങളും നിങ്ങൾക്കുമുണ്ടെങ്കിൽ നിങ്ങളൊരു ഇൻട്രോവർട്ട് ആയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഈ ഇൻട്രോവർട്ടുകളുടെ പോസിറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് സ്വതന്ത്രമായി ചിന്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ കഴിവുള്ളവരാകും. 2. ക്രിയേറ്റിവിറ്റി പൊതുവെ ഇവർക്ക് കൂടുതലായിരിക്കും. 3. ഇവർ തോട്ട്ഫുൾ ആയിരിക്കും. അതായത് അധികമായിട്ട് ചിന്തിക്കുന്നവരാകും, അല്ലെങ്കിൽ കൂടുതൽ ചിന്താശേഷി ഉള്ളവരായിരിക്കും. 4. ഒരു ഗുഡ് ലിസണർ ആയിരിക്കും. ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ സംസാരത്തിൽ ഇവർ പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കും. 5. ഇൻറ്റ്യൂഷൻ കൂടുതൽ ഉള്ളവരാകും ഇവർ. അതായത് അവരുടെ മനസ്സ് എന്ത് പറയുന്നോ അതായിരിക്കും അവർ കേൾക്കുന്നത്. 6. എപ്പോഴും നല്ല ഫോക്കസ്ഡ് ആയിട്ടാകും അവർ ഇരിക്കുക. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് ഇൻട്രസ്റ്റ് വന്നാൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കണം എന്ന് തോന്നിയാൽ ആ കാര്യങ്ങളിൽ അവരുടെ ഫോക്കസ് അധികമായിട്ടുണ്ടായിരിക്കും. 7. അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണാനും അത് എക്സ്പ്രസ് ചെയ്യാനും കഴിയുന്നവരായിരിക്കും. 8. പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഇങ്ങനെയുള്ളവർക്ക് കൂടുതലായിരിക്കും. ഇത്രയുമൊക്കെയാണ് ഒരു ഇൻട്രോവർട്ട് ആയിട്ടുള്ള ആളിൻ്റെ പോസിറ്റീവ്സ്. എന്നാൽ ഇവർക്കും കുറേ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. പൊതുവെ ഇങ്ങനെയുള്ളവർ അൺഫ്രണ്ട്ലി ആയിരിക്കും.
അതായത് ഇവരോട് സംസാരിക്കണം, കൂട്ടുകൂടണം എന്നൊക്കെ കരുതി ആരെങ്കിലും ഇവരുടെ അടുത്ത് ചെന്നാലും അതിനോടൊന്നും ഇവർ അധികം സഹകരിക്കില്ല. മിക്ക ആളുകളും ഇങ്ങനെയുള്ളവരെ തെറ്റായ രീതിയിലായിരിക്കും കാണുക. എന്നാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. അവർ അങ്ങനെ മനഃപൂർവ്വം കാണിക്കുന്നതല്ല. അവർക്ക് അവരുടേതായ മറ്റൊരു ലോകമുണ്ട്. ഇതൊക്കെ അവരുടെ നെഗറ്റീവ്സ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതുപോലെ തന്നെ അവർക്ക് പോസിറ്റീവ്സും ഉണ്ട്. അത് മനസ്സിലാക്കി വേണ്ട രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇതുപോലുള്ള ആളുകളെ പോസിറ്റീവായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. 2, ഇവർ അധികം സംസാരിക്കില്ല. ചെറിയ സംസാരങ്ങളാണെങ്കിൽ പോലും, അതിന് വെറുതെ ഒരു പേരിന് വേണ്ടി സംസാരിക്കാനാണെങ്കിൽ പോലും അവർക്ക് അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടായി തോന്നും. ഇവർക്ക് സംസാരിക്കണമെന്ന് ശരിക്കും തോന്നിയാൽ മാത്രമേ അവർക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ഇനി അഥവാ സംസാരിച്ചേ പറ്റൂ എന്ന അവസരങ്ങളിലാണെങ്കിൽ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചിലപ്പോൾ സംസാരിച്ചേക്കാം. പക്ഷേ ആ സംസാരം അത്ര രസമുള്ളതാകില്ല. ഇങ്ങനെയുള്ളവരോട് അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താതെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി പറഞ്ഞു നോക്കൂ. അപ്പോൾ അവർ അതിനെപ്പറ്റി സംസാരിക്കുന്നത് കേൾക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. 3, ഇവർക്ക് ഓവർ സ്റ്റിമുലേഷൻ കൂടുതലായിരിക്കും. എന്തെങ്കിലും സംസാരങ്ങൾ കേൾക്കുമ്പോഴോ എന്തെങ്കിലും വാർത്തകൾ കേൾക്കുമ്പോഴോ ഒക്കെയാകും ഇങ്ങനെ സംഭവിക്കുന്നത്. 4, സ്ട്രെസ് പോലെയുള്ള കാര്യങ്ങൾ ഇവർക്ക് കൂടുതലായിരിക്കും. കാരണം ഓൾറെഡി ചിന്തിക്കാനുള്ള കഴിവ് കൂടുതലായതുകൊണ്ട് ഒരു കാര്യത്തെപ്പറ്റി ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഇവർ പെട്ടെന്ന് എത്തിച്ചേരും. ഇനി ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞെങ്കിൽ കൺഗ്രാജുലേഷൻസ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഇൻട്രോവേർട്ട്സ്. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇൻട്രോവേർട്ടായ ആളുകൾക്ക് ചിന്താശേഷി കൂടുതലായതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളെപ്പറ്റിയും നിങ്ങൾ അധികമായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് ശരിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഓവർ തിങ്കിങ് എന്ന അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേരും. സോ എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കണം. നെഗറ്റീവായുള്ള കാര്യങ്ങളിലേക്ക് ചിന്ത പോകാൻ അനുവദിക്കരുത്. ഇനി അഥവാ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും സാധിക്കും. കാരണം അത് നിങ്ങൾക്കുള്ള ഒരു സൂപ്പർ പവറാണ്. ഇതുപയോഗിച്ച് നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്നും ചിന്ത മാറ്റുകയാണെങ്കിൽ നെഗറ്റീവ് ഓവർ തിങ്കിങ് എന്ന അവസ്ഥയിൽ അകപ്പെടാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. 5, ഒരു മാറ്റത്തിനനുസരിച്ച് മാറുന്നത് അല്ലെങ്കിൽ അതിനോട് അഡാപ്റ്റ് ആകുന്നത് ഇവർക്ക് വളരെ പ്രയാസമായിരിക്കും. ഇത്രയും നേരം നമ്മൾ നോക്കിയത് ഇൻട്രോവേർട്ടുകളെ കുറിച്ചാണ്. ഇനി എക്സ്ട്രോവേർട്ടുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇൻട്രോവേർട്ടുകൾക്കുള്ളതുപോലെ തന്നെ കുറേയേറെ സ്വഭാവങ്ങൾ എക്സ്ട്രോവേർട്ടുകൾക്കുമുണ്ട്. ഒരു എക്സ്ട്രോവേർട്ടിന്റെ ഫോക്കസ് എല്ലാം അവരെക്കാൾ കൂടുതൽ മറ്റുള്ള കാര്യങ്ങളിലായിരിക്കും. ഇനി ഇവരുടെ പൊതുവായുള്ള സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. 1, ഒരു ഫംഗ്ഷന് വരികയാണെങ്കിൽ, അതിന് കല്യാണമോ ഉത്സവമോ എന്തുമാകട്ടെ, അവിടെ അവരുടെ ഫ്രണ്ട്സൊക്കെ കൂടുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഇരിക്കാനാകും അവർ ആഗ്രഹിക്കുന്നത്. 2, അവർ അധികമായി സംസാരിക്കുന്നവരായിരിക്കും. 3, ഒരു ഇൻട്രോവേർട്ടിന് എങ്ങനെയാണോ തനിച്ചിരിക്കുമ്പോൾ അവരുടെ ബാറ്ററി ചാർജ് ആകുന്നത്, അതുപോലെ എക്സ്ട്രോവേർട്ടുകൾക്ക് ഒരു ആൾക്കൂട്ടത്തിനിടയിൽ ഇരിക്കുമ്പോഴാകും അവരുടെ ബാറ്ററി ചാർജ് ആകുന്നത്. 4, എല്ലാവരുടെയും ശ്രദ്ധ തന്നിലേക്ക് ആയിരിക്കണം എന്ന് ആഗ്രഹമുള്ളവരാകും ഇവർ. 5, ഇവരുടെ അടുത്ത് ഒരു പ്രത്യേകതരം കോൺഫിഡൻസ് കാണപ്പെടും. ഒരു ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ പറഞ്ഞാലോ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലോ അവർക്കത് ചെയ്യാൻ നാണമാണെങ്കിൽ പോലും അതിനെ മറച്ചുവെച്ച് പറഞ്ഞ കാര്യം അവർ ചെയ്യാൻ ശ്രമിക്കും. 6, ഇവർക്ക് ധാരാളം കൂട്ടുകാർ ഉണ്ടായിരിക്കും. 7, ചില സമയങ്ങളിൽ വളരെ റിസ്ക് പിടിച്ച കാര്യങ്ങളും ചെയ്യാൻ ഇവർ തയ്യാറാകും. ഇപ്പോൾ നമ്മൾ നോക്കിയത് എക്സ്ട്രോവേർട്ടുകളിൽ കാണപ്പെടുന്ന പൊതുവായ സ്വഭാവങ്ങളാണ്. ഇനി അവരുടെ പോസിറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവർ പൊതുവെ എല്ലാവരെയും സ്വാധീനിക്കാൻ കഴിവുള്ളവരാകും. മറ്റുള്ളവരെയെല്ലാം തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ കഴിയുന്നവരാകും. മാത്രമല്ല ഇവർ എല്ലാ കാര്യത്തിലും കോൺഫിഡൻ്റ് ആയിരിക്കും. ഒരു ഗ്രൂപ്പിൽ ചേർന്ന് സംസാരിക്കാൻ യാതൊരു മടിയുമില്ലാത്തവരായിരിക്കും. നെറ്റ്വർക്കിംഗ് എന്നത് ഇവർക്ക് നല്ല രീതിയിൽ പറ്റും. ഇനി ഇവരുടെ ഫോൺ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അധികമായി പുറത്തേക്ക് പോകുകയും ആളുകളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ മിനിമം 1000 ഫോൺ നമ്പറുകളെങ്കിലും അതിൽ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ സാധിക്കും. ഒരു കാര്യത്തിനായി ഇവരെ അപ്രോച്ച് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇവരെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. മറ്റുള്ളവരോട് സംസാരിച്ച് അവരെയൊക്കെ ഫ്രണ്ട്സ് ആക്കുന്നത് ഇവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. ഇനി ഇവരുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1, ചില സമയത്ത് ഇവർ ഭയങ്കരമായി ഓവറായി സംസാരിക്കും. അല്ലെങ്കിൽ ഒരു വായാടിയാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുന്ന തരത്തിൽ ഇവർ സംസാരിക്കും. കാരണം അവരുടെ സ്വഭാവം അങ്ങനെയാണ്. 2, ഇൻട്രോസ്പെക്ഷൻ എന്ന കാര്യം വരുമ്പോൾ അത് ഇങ്ങനെയുള്ളവർക്ക് വളരെ പ്രയാസമാണ്. ഒരു ഇൻട്രോവേർട്ടിനെ നോക്കി എങ്ങനെയാണ് തനിച്ചിരിക്കാൻ പറ്റുന്നത്, എനിക്കൊക്കെ തനിച്ചിരുന്നാൽ ബോറടിക്കും, അല്ലെങ്കിൽ അത് പറ്റത്തേയില്ല എന്നൊക്കെ പറയുന്നവരാകും എക്സ്ട്രോവേർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഇവർക്ക് തനിച്ചിരുന്ന് സ്വയം എന്താണ് തനിക്ക് സംഭവിക്കുന്നത് എന്നൊന്നും ചിന്തിച്ച് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തനിച്ചിരിക്കുക എന്നത് ഇവർ ഒരിക്കലും ആഗ്രഹിക്കില്ല.
ഇനി അഥവാ തനിച്ചിരിക്കണമെങ്കിൽ തന്നെ ഇവർ ഫോണിലൂടെ ആരെങ്കിലും വിളിച്ച് സംസാരിക്കുകയോ ചാറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലാതെ ഒരു നേരം പോലും ഒന്നും ചെയ്യാതെ ഒറ്റയ്ക്കിരിക്കാൻ എക്സ്ട്രോവേർട്ടുകൾക്ക് കഴിയില്ല. 3. ചില സമയത്ത് ഇവർ കാരണം മറ്റുള്ളവരുടെ എനർജി നഷ്ടമാകും. കാരണം ഇവർ എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇതിനിടയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ഇത് എങ്ങനെ ഫീൽ ചെയ്യുമെന്നൊന്നും ചിന്തിക്കില്ല. ഇത് കോൺവെർസേഷനെ നെഗറ്റീവായിട്ട് മാറ്റാൻ ചാൻസ് കൂടുതലാണ്. 4. ഒരാൾ സംസാരിക്കുന്നത് ശ്രദ്ധയോടെ കേട്ടിരുന്ന് അതിനെപ്പറ്റി ചിന്തിക്കുക എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കഷ്ടമുള്ള ഒരു പരിപാടിയാണ്. ഇവരെ ആദ്യം കാണുമ്പോൾ ഇവർ വളരെ സെൽഫിഷ് ആണെന്ന് തോന്നും. എപ്പോഴും തന്നെ പറ്റിയുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ കരുതും. ഇവരുടെ പ്രവൃത്തികളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. 5. എംപതി എന്ന കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇവർ വളരെ പിന്നിലാണ്. ഇവർക്കതൊന്നും പെട്ടെന്ന് പറ്റില്ല. ഇത്രയും നേരം നമ്മൾ കേട്ടതെല്ലാം ഒരു എക്സ്ട്രോവേർട്ടിന്റെ നെഗറ്റീവ് സൈഡ്സ് ആണ്. ഇപ്പോൾ നമ്മൾ എക്സ്ട്രോവേർട്ട് എന്താണെന്ന് നോക്കി, ഇൻട്രോവേർട്ട് എന്താണെന്ന് നോക്കി. ഇതിന് പുറമെ ഒരു എക്സ്ട്രാ ഐഡിയ കൂടിയുണ്ട്. അതായത് ഒരാൾ 100% ഇൻട്രോവേർട്ട് ആയിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ആയിട്ടോ ഇരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. വേണമെങ്കിൽ ഒരാൾക്ക് ഒരു 90% ഇൻട്രോവേർട്ടും ബാക്കി എക്സ്ട്രോവേർട്ടുമൊക്കെ ആയിട്ടിരിക്കാൻ കഴിയും. ഇനി ഇതിന് പുറമെയുള്ള ആളുകളെയെല്ലാം അംബിവേർട്ട് എന്ന ഗ്രൂപ്പിൽ പെടുത്താൻ സാധിക്കും. അതായത് ഈ അംബിവേർട്ട് എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവർ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. തനിച്ചിരിക്കുമ്പോൾ ഒരു ഇൻട്രോവേർട്ടായിട്ട് ഇവർ മാറും. അല്ലെങ്കിൽ തനിച്ചിരിക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഇവർ തനിച്ചിരിക്കും. അങ്ങനെ ഇരിക്കുന്നതിലൂടെ ഇവർക്കൊരു എനർജി ലഭിക്കും. മാത്രമല്ല ചിന്താശേഷിയും കൂടുതലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു ഇൻട്രോവേർട്ടിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഇവരിൽ ഒരു ഇൻട്രോവേർട്ടായി ഇരിക്കേണ്ട സമയത്ത് കാണും. അതേസമയം ഒരു ആൾക്കൂട്ടത്തിനിടയിൽ ഇരിക്കണമെന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഇവർ ഒരു എക്സ്ട്രോവേർട്ടായിട്ടും മാറും. അപ്പോൾ ഒരു എക്സ്ട്രോവേർട്ട് എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം ഇവർക്കും ചെയ്യാൻ കഴിയും. സോ ഫ്രണ്ട്സ്, നിങ്ങളിതിൽ ഏത് ഗ്രൂപ്പിലാണ് വരുന്നതെന്ന് കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കൂ. മാത്രമല്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. നന്ദി.